7 വർഷത്തെ വിചാരണയ്ക്കൊടുവിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ നിന്ന് നടൻ ദിലീപ് കോടതി വെറുതെ വിട്ടിരിക്കുകയാണ്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻ കോടതി ജഡ്ജി ഹണിയം വർഗീസാണ് കേസിൽ വിധി പറഞ്ഞത്. മതിയായ തെളിവുകളുടെ അഭാവത്തിൽ ദിലീപിനെ വെറുതെ വിടുകയാണെന്ന് കോടതി വിധിച്ചത്. വിധി വന്ന് മണിക്കൂറുകൾക്കകം തന്നെ ഇതാ നിർണായക നീക്കത്തിന് ഒരുങ്ങുകയാണ് നടൻ. തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് ദിലീപ് അറിയിച്ചിരിക്കുന്നത്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ആദ്യഘട്ടത്തിൽ പൾസർ സുനി അടക്കം 7 പേര് മാത്രമാണ് അറസ്റ്റിലായത്. പിന്നീടാണ് ഗൂഢാലോചന കേസിൽ ദിലീപ് പിടിയിലാകുന്നത്. പൾസർ സുനി തന്നെ കൊടുക്കാൻ ഗൂഢാലോചന നടത്തുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ദിലീപ് പോലീസിൽ പരാതി നൽകിയിരുന്നു. ദിലീപിനെ അഭിസംബോധന ചെയ്ത ജയിലിൽ നിന്ന് സുനി അയച്ച കത്തുമായി നടൻ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. ഈ കത്തിൽ അന്വേഷണം നടത്തിയ പോലീസ് പിന്നീട് ദിലീപിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. തുടർന്ന് 85 ദിവസത്തോളം ജയിലിൽ കഴിഞ്ഞ ശേഷമാണ് നടന് ജാമ്യം ലഭിച്ചത്. ഇപ്പോൾ കേസിൽ നിന്ന് കുറ്റവിമുക്തനായോടെ തനിക്കെതിരെയാണ് ഗൂഢാലോചന നടന്നതെന്ന ആരോപണം ദിലീപ് ഉയർത്തിയത്. തന്റെ മുൻ ഭാര്യയായ മഞ്ജു വാര്യരെയും പോലീസിനെയും ലക്ഷ്യം വെച്ചായിരുന്നു നടന്റെ ആദ്യ പ്രതികരണം. മഞ്ജുവിന്റെ വാക്കുകളോടാണ് തനിക്കെതിരെ അന്വേഷണം നീണ്ടതെന്ന് കോടതിക്ക് മുന്നിൽ വെച്ച് ദിലീപ് പറഞ്ഞു. ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയും അവർക്കൊപ്പമുള്ള ചില പോലീസുകാരും ചേർന്നാണ് തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയതെന്നും ദിലീപ് തുറന്നടിച്ചു. ആക്രമിക്കപ്പെട്ട നടിയുടെ പിന്തുണ പ്രഖ്യാപിക്കാനായി സിനിമാ സംഘടനകൾ വിളിച്ചു ചെയ്ത ഐക്യദാർഢ്യ സന്ദേശത്തിൽ വെച്ച് ഈ കേസിൽ വലിയൊരു ക്രിമിനൽ ഗൂഢാലോചന ഉള്ളതായി സംശയിക്കുന്നു എന്ന് നടി പറഞ്ഞിരുന്നു. ഇതാണ് ദിലീപ് പരാമർശിച്ചത്. അതേസമയം ഇനി തനിക്കെതിരായ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിയമ നടപടിയിലൂടെ നീങ്ങാനാണ് ദിലീപിന്റെ നീക്കം. അന്വേഷണ സംഘം മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചു. അതിജീവിതയുമായി തനിക്ക് ഉണ്ടായിരുന്നത് നല്ല ബന്ധമാണ് ഉണ്ടായിരുന്നത്. ഉദ്യോഗസ്ഥർ അവരുടെ നേട്ടത്തിനായി തന്നെ ബലികടാക്കുകയായിരുന്നെന്ന് ദിലീപ് പറഞ്ഞു. വിധിയുടെ പകർപ്പ് ലഭിച്ച ഉടൻ തന്നെ നടപടികൾ സ്വീകരിക്കുമെന്ന് ദിലീപ് വ്യക്തമാക്കി. അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസിൽ നിയമപോരാട്ടം ഇനി അവസാനിച്ചേക്കില്ല. സെഷൻ കോടതി ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് സർക്കാർ അറിയിച്ചു. അതിജീവിതയ്ക്ക് തുടർന്നും എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് സർക്കാർ വ്യക്തമാക്കി. വിധിയിൽ ഇതുവരെ അതിജീവിത പ്രതികരിച്ചിട്ടില്ല. മേൽക്കോടതിയിലും അവർ നിയമയുദ്ധം നടത്തുമെന്നാണ് വിലയിരുത്തലുകൾ.